ത്രിയേക ദൈവത്തിന് സ്തുതി. വചനപുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ സഭ വലിയ നോയമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നോയമ്പിൻ്റെ പ്രത്യേകത 40 ദിവസത്തേക്കുള്ള നോയമ്പാണ്. നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന നോയമ്പാണ്. എന്താണ് നമ്മളിങ്ങനെ കുമ്പിട്ട് പ്രാർത്ഥിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? കുമ്പിടലിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിനെക്കുറിച്ച് വചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 14-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവ്വം അരുളി ചെയ്യുന്നു. ഈ വചനാധിഷ്ഠിതമായിട്ടാണ് നാം എല്ലാവരും കുമ്പിട്ട് പ്രാർത്ഥിക്കണം എന്ന് സഭ നമ്മോട് കൽപ്പിക്കുന്നത്. കുമ്പിടുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നത്. ഒന്ന്, നാം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നാം പാപത്തിൽ വീണുപോയതിനെക്കുറിച്ച് പശ്ചാത്താപ പുരസ്സരം നമസ്കരിക്കുന്നു. വീണ്ടും നമ്മൾ മടക്കപ്പെട്ട മുട്ടുകളെ നിവർത്ത് എഴുന്നേൽക്കുന്നു. അപ്പോൾ ആദ്യം പാപത്തിൽ വീണുപോയതിനെക്കുറിച്ചൊരു പശ്ചാത്താപവും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും ഒരു പാപത്തിൽ വീഴാതെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അതൊരു ശപഥം ചെയ്ത് എഴുന്നേക്കാം, ഇനി പാപത്തിൽ വീഴാതിരിക്കാൻ ശ്രമിക്കാം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത്. നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന കാലം ചെയ്ത പരിശുദ്ധ സക്കാപ്രഥമൻ പാത്രിക്കേസ് ബാവ തിരുമനസ്സുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഒരു ചെറിയ അറിവ് തന്നിട്ടുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇമേജ് ഓഫ് മാൻസ് fall into sin and expresses the confession of our sinfulness. Getting up on other hand signifies repentance and the promise to lead a life of virtue. ഇതുതന്നെയാണ് വചനത്തിലും പറഞ്ഞിരിക്കുന്നത്. പാപത്തിൽ വീണ് കിടക്കുന്ന നാം പശ്ചാത്താപത്തോടെ മുട്ടുകുത്തുകയും എഴുന്നേൽക്കുമ്പോൾ ഇനിമേലിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ ഒരു ശപഥമെടുക്കുകയും ചെയ്താൽ അത്രയും വലിയൊരു കാര്യം നോയമ്പിലൂടെ നമുക്ക് സാധിച്ചെടുക്കാം. അതുകൊണ്ട് കുമ്പിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥനയോടെ ഈ നോയമ്പ് കഴിച്ചുകൂട്ടുവാൻ ഏവർക്കും ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.